കുറ്റബോധം എന്നെ വേട്ടയാടുന്നു പ്രഭാകര. I don't want to speak too much about the truth. ഉരുണ്ട് കളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്നാ മുഖപുര വേണ്ട. എന്റെ അടുത്ത് പ്രസന്റ് ചെയ്ത സിനിമ അതല്ലായിരുന്നു. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? തന്നെ ഈ പണിക്ക് കൊള്ളത്തില്ലടോ. സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഒരു കഥയായിരിക്കും, ഷൂട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും വേറൊരു കഥയാണ്. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഇവരൊക്കെ വളർന്നു വന്നാലത്തെ അവസ്ഥ ഇതൊക്കെ നിങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ടാ ഓട്ടരി പിള്ളേരല്ലേ. That happens. എനിക്ക് മാത്രമല്ല ഇത് ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും എല്ലാ താരം നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത പുറകെ എന്റെ സിനിമ കുമ്മാട്ടിക്കളിയുടെ I'll be very honest, അതൊരു ഓവറോൾ നല്ല ക്യാൻവസും അല്ല. അതന്ന് അപ്പൊ ഇപ്പൊ മാറ്റം വന്നിണ്ടാ. ഇപ്പോഴാണ് എനിക്ക് നാരായണേട്ടന്റെ ഫീലിങ്സ് മനസ്സിലായത്. I did it. എനിക്കിനി പോയി മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് ഞാൻ ഒന്നും കൂടെ ആലോചിച്ചാൽ മതിയായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അത് കാരണം വരുന്ന ട്രോൾസിൽ കേൾക്കുന്നത് വേറെ ആരുമല്ല, ഞാൻ മാത്രമാണ്. കർത്താവേ, ഇങ്ങനെ ഒരു കുരിശിൽ എന്നെ പിടിച്ച് ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ നിർത്തിയിട്ട് പോ പണി, നിനക്കിത് പറ്റത്തില്ല. എനിക്ക് പറ്റുമില്ലയോ എന്ന് ഞാൻ ശ്രമിച്ച് തെളിഞ്ഞ് എനിക്കത് പറ്റത്തില്ല എന്ന് തെളിയുമ്പോൾ ഞാൻ പറ്റും. മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളെ ഉള്ളൂ, ഞാൻ തന്നെ. അതിനി അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. മോനെ പവി, നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് ഉണ്ണി. ലൈക്ക് ഐ സെഡ്, നോ റിഗ്രറ്റ്സ്. എനിക്ക് ഒരുപാട് ലേണിംഗ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അംഗമട്ടഹാസം എന്ന് പറയുന്ന സുജിത്തിന്റെ പടം ഒരു വ്യത്യസ്തമായ സിനിമയാണ്. ഞാൻ 3 സിനിമയിലെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ 3ാമത്തെ സിനിമ. ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ഈ സിനിമയാണ്. ഇതൊന്ന് റെഡിയായി വരാൻ കുറച്ച് സമയമെടുക്കും. അയ്യോ, പതുക്കെ മതി. ഇനിയോട്ട് റെഡിയായില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.